ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സഖ്യകക്ഷിയായ ശിവസേന. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ശിവസേന വിഭാഗത്തിന്റെയും നീക്കം. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി തങ്ങളെ പിന്തുണച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഡൽഹി തിരഞ്ഞെടുപ്പിൽ അവർക്കൊപ്പം കൈകോർക്കാനാണ് തീരുമാനമെന്നും ശിവസേന MP അനിൽ ദേശായി പ്രതികരിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോരാടാനാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതെങ്കിലും എല്ലാ തിരഞ്ഞെടുപ്പിലും സഖ്യം തുടരണമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു. ആം ആദ്മിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസ് ഈ രാജ്യത്തെ വലിയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഡൽഹിയിൽ ആം ആദ്മിയാണ് വലിയ പാർട്ടി. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി അവിടെ വിജയിക്കുകയും ചെയ്യും. അരവിന്ദ് കെജ്രിവാളിനെ പോലൊരു നേതാവിനെ വഞ്ചകനെന്ന് കോൺഗ്രസ് വിളിക്കുന്നതിൽ ഞങ്ങൾക്കേറെ ദുഃഖമുണ്ട്. അത്തരത്തിലൊരു പ്രചരണം നടത്തുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മഹാരാഷ്ട്രയിൽ BJPക്ക് കനത്ത തിരിച്ചടി നൽകി ഷിൻഡെ ഉദ്ധവ് വിഭാഗങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നതയെ രൂക്ഷമായി വിമർശിച്ച് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷം ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇന്ത്യ സഖ്യം പിരിച്ചുവിടുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഭാഗമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയിൽ ഒമർ അബ്ദുള്ള ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ NDA വിറപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും സഖ്യത്തിലെ വിള്ളലുകൾ പ്രകടമാണ്. ഇതാണ് ഒമറും സൂചിപ്പിക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തത വരുത്താൻ ഒരു യോഗം ചേരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുന്നണിയുടെ ഭാവിയിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് തീർക്കാനാണ് യോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം പ്രത്യേകമായി രൂപീകരിച്ചതാണെന്നും RJD നേതാവ് തേജസ്വി യാദവ് മുൻപ് പറഞ്ഞിരുന്നു. ആം ആദ്മിയും ശിവസേനയും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. ആം ആദ്മി ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്. പ്രചരണത്തിൽ ഇരു കക്ഷികളും സന്തുലനം പാലിക്കണം. ഞങ്ങളെപ്പോലെ പല പാർട്ടികളും ഡൽഹിയിലെ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാണ്. ഞങ്ങൾക്ക് രണ്ട് പാർട്ടികളുമായി ഒരുപോലെ ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കോൺഗ്രസിനെ തഴഞ്ഞുകൊണ്ടുള്ള ശിവസേനയുടെ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ മത്സരിച്ചിട്ടും ശിവസേനയ്ക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇരു പാർട്ടികളും BMC തിരഞ്ഞെടുപ്പിൽ തനിച്ചു പോരാടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും ചെയ്യുന്ന മാതൃകയിൽ മുംബൈയിൽ തനിച്ചു പോരാടാനാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. അതേസമയം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിനാണ് വേദിയൊരുങ്ങുന്നത്. എന്ത് വില കൊടുത്തും രാജ്യ തലസ്ഥാനം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ ഇക്കുറിയും ഭരണം നിലനിർത്താനാകുമോ എന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മിയും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.